സോ ഹലോ ഗൈസ്, ഇത് ഡേ 2 ഓഫ് മൂന്നാർ ട്രിപ്പാണ്. കാപ്പി പിടിച്ചോണ്ടിരിക്കുന്ന സമയം 11:30 ഇന്നലത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് മീൻസ് പറഞ്ഞ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പറഞ്ഞ സ്ഥലത്ത് എല്ലാന്നല്ല, 1-2 സ്ഥലത്ത് നമ്മള്, കാരണം മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ നല്ല ജീവനം കൊണ്ടാണ് തിരിച്ചു വന്നത്. എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് കയറിയാൽ മതി എന്നായിരുന്നു. മഴയല്ല വെച്ചാൽ നമ്മൾ വരണ വഴിക്ക് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മാനും ഇറങ്ങിയിട്ടുണ്ട്. മാന് ചിലപ്പോൾ തലയെ കൂടി ചാടാൻ പറ്റും പോണ വഴിക്ക്. കാരണം മേളിലും താഴെയായിട്ട്, മേളിൽ പൊക്കവും താഴെ കൊക്കയും പോലെയല്ലേ, റോഡ് നടുക്കൂടിയല്ലേ. സോ അവിടെ നിന്ന് ചാടുമ്പം തലയിലിടിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാവും. പിന്നെ വന്ന വഴിക്ക് ആന ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴിക്കായിരുന്നു ആന. ഇതിനെ കണ്ടില്ലെങ്കിൽ 2 സ്കൂട്ടി മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല. സോ അതൊന്നും വീഡിയോ എടുക്കാനുള്ള മൂഡിലായിരുന്നില്ല. ഇന്ന് നമ്മള് എസ്റ്റേറ്റ് ഭാഗമൊക്കെ ഏകദേശം ഓക്കെ. ഇനി നമ്മൾ മൂന്നാറിലോട്ടാണ്. മൂന്നാറിൽ ഉള്ള കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങണം. സോ ഗൈസ്, സമയം ഇപ്പം 3 മണിയായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ ഒരു അല്പമല്ല കുറച്ചധികം. കാരണം അവൻ്റെ അമ്മ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പം 1 മണിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിട്ട് ഇറങ്ങാനേ ഉള്ളൂ. സോ നമ്മളിനി സൈലന്റ് വാലിയിലിട്ടാണ് പോണത്. സൈലന്റ് വാലിയിൽ വന്നിട്ട് കോട ഇറങ്ങി നോക്കിയാണ്. സൈലന്റ് വാലി വന്നിട്ട് നമുക്ക് നേരെ മൂന്നാർ പോയി ഗ്യാപ്പ് റോഡുകൾ കവർ ചെയ്യണം. സോ സൈലന്റ് വാലിയിലോട്ട് പോവാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ പറ്റുപോയി. നമ്മളെ തുടങ്ങുന്ന പോള് രാവിലെ വീട്ടിലോട്ട് പോയി. രാവിലെ 4 മണിക്കുള്ള വണ്ടിക്ക് വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ ചെറിയ അത്യാവശ്യമായിട്ട് പോയതാണ്. നമ്മൾ ഇന്ന് രാത്രി 9 മണിക്കാണ് പോകണം തിരിച്ച്. അപ്പൊ അതിന് മുമ്പിൽ ഈ കാണോളം എല്ലാം കണ്ടു തീർക്കണം. രാത്രിയുടെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതേപോലെ ഉണ്ടാവില്ലായിരിക്കും. മഴക്കോൾ ഇപ്പോഴും ഉണ്ട്. കുറച്ചു നേരത്തെ മഴ പെയ്തിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ലാതെ ക്ലൈമറ്റ്, തണുത്ത ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. ക്യാമറയിൽ എത്രത്തോളം കാണിച്ചാലും ആ ഒരു 100% കിട്ടൂല. എന്റെ ക്യാമറയിലായാലും വേറെ എത്ര ക്യാമറ നല്ലതുപോലെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ വന്നതിനെ കാണണം. ഒരു സൈഡിൽ ഒരു പ്ലാസ്റ്റിക് കാണാം. പ്ലാസ്റ്റിക് ആരും വലിച്ചെറിയ ഇങ്ങനെയുള്ള സ്ഥലം ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ടൂറിസ്റ്റ് അധികം പ്ലേസ് അല്ല. ഇവരുടെ താമസിക്കുന്ന ഇടമാണ്. നമ്മളെ യോഗേഷൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, എസ്റ്റേറ്റുകളാണ്. അവിടെ എല്ലാം പ്രകൃതി രമണീയമായി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. സോ അത് കാഴ്ചകൾ കണ്ടോളൂ.
ഗോളടിക്കാം, ഗോളടിക്കാം. കിഴവ് കാണിക്കില്ല വീഴും. സോ നമ്മൾ സൈലന്റ് വാലി എത്തിയല്ലോ. സൈലന്റ് വാലി, ഇതാണ് സൈലന്റ് വാലി. ഞാൻ അങ്ങോട്ട് നടക്കില്ല. നിങ്ങൾ എൻ്റെ ബാക്കിലും സൈഡിലും അവിടെ ഇവിടെ ആയിട്ട് കാണുന്നതാണ് സൈലന്റ് വാലി. ഇങ്ങോട്ട് ടൂറിസ്റ്റ് വരുമെന്ന് തോന്നുന്നു. ചെറുതായിട്ടൊക്കെ പ്ലാസ്റ്റിക് കിടപ്പുണ്ട്. അല്ലാതെ ഇവിടെ ഉള്ളവർ ഇടില്ല. വേണ്ട. അത്ര കുഴപ്പമില്ല. വെള്ളത്തിന് അഡോപ്റ്റ് ആയെന്നാണ് ബോഡി. കല്ലെടുക്കാൻ പറ്റില്ല. ഇവിടെ തൊള്ള ഒഴുകൻ കൊണ്ടുപോകാം. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒഴുക്കിനൊരു കുറവില്ല. ചെറിയ പെബിൾ എടുക്കണം ചേച്ചു. ഫോണ് കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ഒഴുകി പോവുകയും ചെയ്യല്ലേ. ഇത് റൗണ്ടായില്ലടാ. ഇതൊക്കെ അടുത്തൊന്നതാണോ? ഇപ്പൊ ഒഴുകി വന്നതേ ഉള്ളൂ തോന്നുന്നത്. ഒന്നും ഷേപ്പായിട്ടില്ല. ഇത് പിന്നെയും റഫാവാതെ ഷേപ്പായിട്ടുണ്ട്. കർവ്. സോ 4 കല്ലുകൾ കിട്ടി. സൈലന്റ് വാലി ഫുൾ കണ്ട്. ഇനി നമുക്ക് അവിടെ പോസ്റ്റില്ലേ, ഗോൾ പോസ്റ്റ്, അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോയും കൂടെ എടുക്കണം വണ്ടി വെച്ചിട്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് സാധനം എടുത്ത് മൂന്നാർ ടൗണിലോട്ട് പോയി ധനുഷിനെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് ഗ്യാപ് റൂട്ട്സ് കവർ ചെയ്യണം. ഓക്കെ, ഫോട്ടോ എടുക്കട്ടെ. സൈലന്റ് വാലിയിൽ ചായം കുളിച്ച് നേരെ ചെന്ന് ഇതെടുക്കണം, ലഗേജ് എടുക്കണം. ലഗേജ് എടുത്തിട്ട് നേരെ നമുക്ക് മൂന്നാർ പോയി ഗ്യാപ് റോഡ് അടിക്കുക. കാണാൻ പറ്റുന്ന മാക്സിമം കാണാൻ നോക്കാം. ഓക്കെ, 9 മണിക്ക് 9 ഇരുട്ട് പറ്റിയത് പിന്നെ പോയിട്ട് കാര്യമില്ല. സോ സമയം ഇപ്പോൾ 4 മണി അടുപ്പിച്ച് മഴ കോളും ഉണ്ട്, കോട ഇറങ്ങി. സോ മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കാം. യെസ്.